പ്രളയാനന്തരം കേരളത്തിൽ ഇടത്തരം കർഷകരുടെ ജീവിതം ദുരിതമയമായിരുന്നു. കാർഷിക വായ്പ എടുത്തവരും മക്കളുടെ വിദ്യാഭ്യാസ വിവാഹത്തിനും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരും കടുത്ത പ്രതിസന്ധിയിലായി. ദുരിതക്കയത്തിൽ മുങ്ങിത്താണ കർഷകരോടൊപ്പമായിരുന്നില്ല ധനകാര്യ സ്ഥാപനങ്ങളിൽ പലതും. അവസരത്തിനൊത്ത് ബാങ്കുകാർ ഉയർന്നതുമില്ല. ആത്മഹത്യകളെല്ലാം കാർഷിക പ്രശ്നങ്ങളുടെ പേരിലല്ല എന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആത്മഹത്യ ചെയ്തവരെല്ലാം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരായിരുന്നു. എന്തായാലും കർഷകർക്കൊപ്പമാണ് സർക്കാർ എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എൻകൗണ്ടർ അന്വേഷിക്കുന്നു. സർക്കാർ കേൾക്കുന്നില്ലേ ഈ കർഷക വിലാപം? നമ്മോടൊപ്പം ഇന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ടെലിഫോണിലുണ്ടാകും. CPIM നേതാവ് KN ബാലഗോപാൽ, അതേപോലെ ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് പ്രസിഡന്റ് ലാൽ കൽപ്പകവാടി, ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് ടി എബ്രഹാം എന്നിവരാണ് ഇന്ന് ഈ വേദിയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം ഇടുക്കി ജില്ലയിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സത്യത്തിൽ അടിമാലിയിൽ വരുമ്പോൾ ഞങ്ങൾക്കുള്ള മാനസിക പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല, അവരെ അവസാനം ആത്മഹത്യയുടെ മുൻപിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു, നൊമ്പരപ്പെടുത്തുന്നു, അത്ഭുതപ്പെടുത്തുന്നു. നമ്മൾ എൻകൗണ്ടർ ഇവിടെ ആരംഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം തന്നെ തുടങ്ങാൻ തോന്നുന്നു. ആരായിരുന്നു മരിച്ചത്? മൈക്ക് അടുപ്പിച്ച് വെച്ചോളൂ. മൈക്ക് ഇങ്ങനെ വെച്ചോളൂ. എൻ്റെ ആങ്ങളെയാണ്. ആങ്ങളേക്ക് എത്ര വയസ്സുണ്ടായിരുന്നു മരിക്കുമ്പോൾ? അദ്ദേഹം പ്രധാനമായും കൃഷിക്കാരനായിരുന്നു. കൃഷി പാട്ടത്തിന് കൃഷി ചെയ്യുമായിരുന്നു. എത്ര ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ? ലോഡായിട്ടുകൊണ്ട് പിന്നെ പട്ടയം കൊണ്ട് ബാങ്കിൽ വെച്ചും ഒത്തിരി. ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിരുന്നത്? KSF ചിട്ടിന്നുണ്ട്, പിന്നെ കാർഷിക വികസന ബാങ്ക്, ജില്ലാ ബാങ്കില്. അങ്ങനെ ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു വീട്ടിൽ എന്ന് പറഞ്ഞാൽ കൃഷി ഓരോ വർഷം ചെയ്യും, പാട്ടകൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ പാട്ടത്തിന് പൈസയും കൊടുത്ത് കൃഷി ചെയ്ത് കഴിയുമ്പോഴത്തേനും നാശങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെയും ഉയരൂല്ലോ എന്നോർത്ത് പിന്നെയും അവിടുന്ന് ഇവിടുന്ന് എല്ലാം. താങ്കൾ എന്താ ചെയ്യുന്നത്? ഞാൻ വീട്ടിലെ ജോലി. ഈ മരിച്ച ആളിന് മക്കൾ ആരൊക്കെയായിരുന്നു ഉള്ളത്? ഒരു കുട്ടി ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്യായിരുന്നു? ഉണ്ടല്ലോ, 5 വയസ്സ് കുട്ടിയുണ്ട്. കൂടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ ഇപ്പോ? ഇല്ല. ഓക്കെ. ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ വീട്ടിലാണ്. നിങ്ങൾ ബാങ്കുകാരോട് പോയി അഭ്യർത്ഥിച്ചിരുന്നോ കുറച്ച് മാറ്റി വെക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നോ? എന്റെ പേരിലുള്ള പട്ടയം ബാങ്ക് ചിട്ടി KSF ചിട്ടിയിലായിരുന്നു. അവൻ അടച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് ബാങ്ക് മാനേജർ വന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ വന്ന്. അന്നേരം വീട്ടുപകരണങ്ങൾ വീട്ടിന് ഇതിന്റെ സ്ഥലത്തിന് മൂല്യമില്ലെങ്കിൽ വീട്ടിലുള്ള ഉപകരണങ്ങൾ വരെയും കൊണ്ടുപോകുന്നതിനെ ഭീഷണിപ്പെടുത്തി ബാങ്ക് മാനേജർ. ഞാനാകെ തകർന്നതിനെ ആങ്ങളെ വിളിച്ചു. വിവരം പറഞ്ഞപ്പോൾ അതിന് അവന് 20,000 രൂപ കൊണ്ട് ഉള്ളതുപോലെ കൊണ്ടടച്ചപ്പോൾ അവർ സ്വീകരിച്ചില്ല. 1 ലക്ഷം രൂപ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ മാനസികമായിട്ട് വിഷമമായിരുന്നു. അതെന്നോട് ഞങ്ങളോട് പറഞ്ഞില്ല. ആകപ്പാടെ തകർന്നു നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഇത് ചെയ്യാൻ കാരണം. എന്തെങ്കിലും സർക്കാർ തലത്തിൽ വല്ല അപേക്ഷ വല്ലതും കൊടുത്തിരുന്നോ? എല്ലാ അപേക്ഷകളും കൊടുത്തു, ഒന്നും കിട്ടിയിട്ടില്ല. എത്ര കാലത്തിന് മുമ്പ് അപേക്ഷ കൊടുത്തു? ഈ നേരത്തെ തന്നെ കൊടുത്തായിരുന്നു. ഒത്തിരി വാഴയെല്ലാം നശിച്ചു പോയപ്പോൾ തന്നെ പാട്ടത്തിൻ്റെ കൊടുത്തു. അല്ലാതെ എല്ലാം കൊടുത്തിട്ടും അവർ വന്ന് ഓരോരുത്തരും ചാനലുകാർ വരുന്നു, കണ്ടേച്ചു പോകുന്നു. അല്ലാതെ ഒരു പ്രയോജനം. പിന്നെ ഇപ്പം അമേരിക്കയിൽ എന്നും പറഞ്ഞൊരു 1 ലക്ഷം രൂപയോളം വീടിന് അപ്പടി ഷീറ്റെല്ലാം നനഞ്ഞ് ഒഴുകുമായിരുന്നു മഴ പെയ്യുമ്പോൾ. ഒത്തിരി അങ്ങനെ 1 ലക്ഷം രൂപയോളം കൊടുത്തു. അത് മാത്രമേ കിട്ടൂ. സർക്കാരിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അവരൊന്നും മിക്കവാറും വരുന്നുണ്ട്, അന്ന് കണ്ടേച്ച് പോകുന്നുണ്ട്. അല്ലാതെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ നേതാവ് ജോസ് എബ്രഹാം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസ് എബ്രഹാം, അടിമാലിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കർഷകരായ ഒരുപാട് ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. പലപ്പോഴും ബാങ്കിങ് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് ഗുണകരമായി ഭവിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇടുക്കി ജില്ല തെളിയിക്കുന്നത്. 2 മാസങ്ങൾക്കുള്ളിൽ താങ്കൾക്കറിയാം 7 കർഷകരാണ് ഈ ജില്ലയിൽ മാത്രം ആത്മഹത്യ ചെയ്തത്. പൊതുജനങ്ങളിൽ നിന്ന് ബാങ്കുകൾ കൊള്ളയടിക്കുമ്പോൾ ബാങ്കുകൾ പൊതുജനങ്ങളുടെ സഹായത്തിന് വരുന്നില്ല എന്നത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കുമിഞ്ഞുകൂടുന്ന പലിശ ഉണ്ടാക്കുമ്പോൾ ആളുകളെ ജപ്തി ചെയ്ത് ആത്മഹത്യയിലേക്ക് നയിക്കും. എന്നാൽ ദേശീയ തലത്തിൽ കോടികൾ ബാങ്കിൽ നിന്ന് തട്ടിയെടുക്കുന്ന ആളുകൾ സന്തോഷകരമായി ഈ നാട്ടിൽ ജീവിക്കുകയും ചെയ്യുന്നു. കൃഷിക്കാർക്ക് നേരെ കണ്ണടയ്ക്കുന്നു,
വലിയ വലിയ ആളുകൾ ബാങ്കുകളെ വെട്ടിച്ച് കടക്കുന്നു. ഇതാണ് ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജോസ്, താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് വളരെ ജോസിന് വ്യക്തമായി കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഒരു ചെറിയ അടിമാലിയിലെ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ്. അതിന്റെ ബഹളമാണ് കിടക്കുന്നത്. കേൾക്കുന്നുണ്ട്. ജോസിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ ജോസ്. അതിനകത്ത് വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ വിഷയത്തെ വളരെ ഇങ്ങനെ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള വിഷയമാണ് ഈ വായ്പ എടുക്കുന്ന വിഷയങ്ങൾ. ഇപ്പോൾ ആ സഹോദരി തന്നെ പറഞ്ഞപ്പോൾ KSFEയുടെ ലോണുണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്. അതിലും സങ്കീർണമായിട്ടുള്ളൊരു വിഷയം കിടക്കുന്നത് പാട്ടത്തിന് കൃഷിയെടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ് ഇല്ലാത്തപ്പം വായ്പ എടുത്തിരിക്കുന്നത് എഴുതി തള്ളുന്ന വിഷയങ്ങളെല്ലാം വല്ലാത്ത സങ്കീർണമായിട്ടുള്ള വിഷയമാണിപ്പം ഇടുക്കിയിലെ വിഷയങ്ങൾ. ഇടുക്കിയിൽ ഇപ്പം തന്നെയല്ല ഈ വിഷയം. ഇടുക്കിയിലെ കർഷകരുടെ പ്രശ്നം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇതിൻ്റെ എഴുതി തള്ളുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഓണർ അയാളായിരിക്കില്ല, അല്ലെങ്കിൽ അവരായിരിക്കില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിനോടൊക്കെ ഒരു അനുകൂലമായിട്ട് സമീപനം ബാങ്കുകൾ സ്വീകരിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ട് ലക്ഷക്കണക്കിന് കോടി, ഇപ്പോൾ തന്നെ 10.6 ലക്ഷം കോടിയോളം രൂപ കിട്ടാക്കടമായിട്ട് വലിയ കോർപ്പറേറ്റുകളുടെ ഉണ്ട്. ആ സമയത്ത് കർഷകരുടെ ചെറിയ ലോണുകൾ സ്വാഭാവികമായിട്ട് അവരുടെ ലോണുകളെ എഴുതി തള്ളാനുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ അതിൽ ഒരു അനുകൂലമായ സമീപനം എടുക്കേണ്ടതാണ്. പക്ഷേ പലപ്പോഴും കൃത്യമായിട്ടുള്ള വളരെ യാന്ത്രികമായിട്ടുള്ള സമീപനങ്ങളാണ് ബാങ്ക് എടുക്കുന്നത്. പക്ഷെ ബാങ്കിൻ്റെ മാനേജറെയോ അവിടെ ഇരിക്കുന്ന മാനേജറെയോ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ കോർപ്പറേറ്റ് ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ആ ലെവലിൽ തന്നെ തീരുമാനങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എടുക്കേണ്ടതാണ്. ഇപ്പോൾ SLBC മീറ്റിംഗ് കഴിഞ്ഞ ഓഗസ്റ്റിൽ കൂടിയപ്പോൾ, പ്രളയത്തിന് ശേഷം കൂടിക്കഴിഞ്ഞപ്പോൾ 1 വർഷത്തേന് ഇത് മാറ്റിവെക്കാൻ വേണ്ടി ഉള്ള ഒരു തീരുമാനം എടുത്തിരുന്നു, റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിൽ പല കർഷകരും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പലരും അപ്ലൈ ചെയ്തിട്ടുമില്ല. ആപ്ലിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടില്ല. പലരും അപ്ലൈ ചെയ്യേണ്ടിയിരുന്നു, അത് വന്നിട്ടില്ല. അങ്ങനെ വന്ന വിഷയങ്ങളുമുണ്ട്. ഈ സഹോദരി പറയുന്ന ഒന്നുകൂടെ കേൾക്കൂ. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ? ആർക്കോ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് എൻ്റെ ആങ്ങളെയാണ്. അന്നേരം ഓരോ വർഷവും ഇങ്ങനെ പാട്ടൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാലും വെച്ചാൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് കിട്ടുന്നിടത്തുനിന്നെല്ലാം മേടിച്ച് കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അത് പാവലിനാണേലും കായായി വരും 50 രൂപ ഉണ്ടായിരുന്നു. കൃഷിയായി വന്നപ്പോഴത്തേനും 12 രൂപയൊക്കെ ആയി. അല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഭീഷണി വല്ലതും പറഞ്ഞിരുന്നോ? ഞാൻ മരിക്കും, അങ്ങനെ ആരോടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ബാങ്കിൽ അടയ്ക്കാൻ അദ്ദേഹം ശ്രമം നടത്തിയിരുന്നു? അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മേടിച്ച് 20,000 രൂപയോളം ബാങ്കിൽ കൊണ്ട് അടച്ചപ്പോൾ അവർ പറ്റിയായിരുന്നു പറഞ്ഞു. 1 ലക്ഷം രൂപ കൊണ്ട കൊടുത്താ. വേറൊരു കൂട്ടുകാരനും കൂടിയാണ് കൊണ്ട കൊടുത്തത്. അന്നേരം ഇത് പറ്റിയായിരുന്നു പറഞ്ഞു. 1 ലക്ഷം രൂപയെങ്കിലും കൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. അന്നേരം അതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. കൂട്ടുകാരനാണ് ഇത് വിവരങ്ങളൊക്കെ പറയുന്നത്. ജോസ്, ഇപ്പൊ നമ്മുടെ ബാങ്കുകളിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാനത്തെ ചില സർക്കാർ ഓഫീസുകളിൽ ഇരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്. മാത്രമല്ല, അവർ റിസർവ് ബാങ്കിൽ നിന്ന് എനിക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട്, എനിക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന്, സാമ്പത്തിക മിനിസ്ട്രിയിൽ നിന്ന്, ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് എനിക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് റിട്ടയർമെന്റിന്റെ ഒരു 3 കൊല്ലത്തിനകത്ത് ജോലി ചെയ്യത്തില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരുപാട് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഈ നാട്ടിലുണ്ട്. ഇവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവർ എന്തിനാണ് ബാങ്ക് ഉദ്യോഗത്തിന്റെ കുപ്പായം എടുത്താണ് ഇന്ന് ജോലി വെച്ച് രാജിവെച്ച് വീട്ടിൽ പോകണം? എനിക്ക് തന്നെ അറിയാവുന്ന എറണാകുളം നഗരത്തിലെ പല ബാങ്കുകളും ചെല്ലുമ്പോൾ എനിക്ക് റിട്ടയർമെന്റിന് 2 കൊല്ലമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കസേരയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവർക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല. ബാങ്കിങ് പോലൊരു രംഗത്തേക്ക് ഇവർ ജോലിയുമായിട്ട് പോകരുതെന്നാണ് ജോസ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് പറയുന്നത് പൊറുതി മുട്ടുന്ന ജനങ്ങൾ ഈ നാട്ടിൽ ബാങ്കുകളിൽ കയറി പ്രശ്നമുണ്ടാക്കുന്ന കാലം വിദൂരമല്ല. അത് ആ വിഷയം നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു ബാങ്ക് മാനേജർക്ക് അല്ലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലർക്കിനോ ബാങ്ക് മാനേജർക്കോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ വിഷയം. ചിലരൊക്കെ ഇപ്പം ശ്രീകണ്ഠനാരെ പോലുള്ള ഒരാൾ പോകുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു കാണും, റിട്ടയർമെൻ്റ് സമീപം അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഒഴിയാൻ വേണ്ടി പറഞ്ഞു കാണും. പക്ഷേ ഒരു ബാങ്ക് മാനേജർക്ക് ഇതിനകത്തൊക്കെ ചെയ്യാനുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അല്ലാതെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇത് SLBC ഇനി സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മറ്റന്നാൾ കൂടുന്നുണ്ട്. അവിടെ
6-ാം തീയതി നാളെ മന്ത്രിസഭാ യോഗമുണ്ട്. അതിനുശേഷം സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൂടുന്നുണ്ട്. അവിടെ ഒരു തീരുമാനം എടുക്കണം. ഞാനിപ്പം ഈ ഇടുക്കിയിലെ LDM ലീഡ് ഡിസ്ട്രിക്ട് മാനേജറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടത് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയിൽ ഇതിൻ്റെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റും, ലോൺ റീസ്ട്രക്ചർ ചെയ്യാനോ ഒക്കെ. പക്ഷെങ്കിൽ ബാങ്ക് ലോൺ എഴുതി തള്ളുക തുടങ്ങിയ വിഷയങ്ങൾ പലതരത്തിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മളതിനെ പെട്ടെന്ന് നോക്കാതെ ഒന്ന് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോർഷൻ ബാങ്കിന് വേണേൽ എഴുതി തള്ളാം, മുതൽ സർക്കാരിന് അടയ്ക്കാം, അല്ലെ കുറേ ഭാഗം ബാങ്കുകൾക്ക് എഴുതി തള്ളാം. അങ്ങനെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ഇതിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിയന്തരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ളത്. SLBC മീറ്റിങ്ങിൽ ഇത് സംബന്ധിച്ച് സർക്കാരും ബാങ്കുകളും കൂടി ഒരു തീരുമാനം അടിയന്തരമായിട്ട് മറ്റന്നാൾ കൂടുന്ന SLBCയിൽ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഗവൺമെൻറ് അതിൻ്റെ ഒരു ഭാഗം അടയ്ക്കാനുള്ള തീരുമാനം എടുക്കാം, ഇൻട്രസ്റ്റ് ബാങ്കുകൾ എഴുതി തള്ളാനുള്ള ഒരു തീരുമാനം എടുക്കാം. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പിടിച്ച, പക്ഷേ അതിനകത്ത് പിന്നെ നിൽക്കുകയാണ് ഈ KSFE സംബന്ധിച്ചുള്ള ചിട്ടി സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നെടുത്തുള്ള വായ്പകൾ ഒക്കെ കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വ്യക്തിപരമായിട്ട് എടുത്തുള്ള വായ്പകൾ, ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വളരെ, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ സങ്കീർണമായിട്ടാണ് വിഷയം നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ സമഗ്രമായിട്ട് കണ്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശം ഗവൺമെൻറ് ലെവലിൽ തന്നെ എടുക്കേണ്ടതാണ്. സംസ്ഥാന ഗവൺമെൻറ് തന്നെയല്ല, അതിൽ കേന്ദ്ര ഗവൺമെൻറ്റും ഇടപെട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. സംസ്ഥാന ഗവൺമെന്റിന് മാത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ ശ്രീ KN ബാലഗോപാലിലേക്ക് പോവുകയാണ്. ശ്രീ ബാലഗോപാൽ, അതായത് സംസ്ഥാനത്ത് പല ജില്ലകളിലും ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രളയാനന്തരം ഉണ്ടായ സാമ്പത്തിക കെടുതികളും ക്ലേശങ്ങളും ഒക്കെ നമ്മുടെ ആളുകൾക്ക് വളരെ കൂടുതലാണെന്ന് ഞാൻ പറയാതെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്കറിയാം. എന്നാൽ സർക്കാർ മിഷനറികൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ വളരെ താമസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എന്ത് പറയും? ശ്രീ ബാലഗോപാൽ. കേരളത്തിലെ ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഭരണമാണ് കേരളത്തിലുള്ളത്. കാർഷിക രംഗത്ത് മാത്രമല്ല, വ്യവസായ രംഗത്ത്, ചെറുകിട വ്യവസായികളുടെ എല്ലാ മേഖലയിലും അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ശരിയാണ്, ദൗർഭാഗ്യകരമാണ്, കൃഷിക്കാരായിട്ടുള്ള കുറേ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തി. അതിനകത്ത് അവരുടെ കാർഷിക ലോണോ അല്ലാത്ത ലോണോ പല ലോണുകൾ ഉണ്ടാവും, പക്ഷേ കൃഷിക്കാർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ലോൺ എടുത്തവർക്ക് അവരുടെ സ്ഥലം നഷ്ടപ്പെടുത്തുന്ന സ്ഥിതി വ്യാപകമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത് ബാങ്കുകളുടെ സമീപനം, എന്ത് ന്യായം പറഞ്ഞാലും ബാങ്കുകളുടെ സമീപനം, ഇപ്പോഴത്തെ സമീപനത്തോട് യാതൊരു യോജിപ്പും ഞങ്ങൾക്കില്ല. ശക്തമായ നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ജപ്തിക്ക് പോകുന്നതിനെ പറ്റി സർഫാസി ആക്ട് കണ്ണടച്ച് നടപ്പിലാക്കുന്നതിനായിട്ട് ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രളയാനന്തര കാലവും മാത്രമല്ല എന്നുള്ളത് നമ്മൾ കാണണം. കാർഷിക മേഖലയിൽ വ്യാപകമായ പ്രശ്നം, റബ്ബറിൻ്റെ മേഖലയിൽ കൃഷിക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിലയുടെ പകുതി പോലും കിട്ടാത്തതിനെ തുടർന്നുണ്ടാകുന്ന അവിടുത്തെ പ്രതിസന്ധി, അതുപോലെ എല്ലാ മേഖലയിലും, നാണ്യവിളകളുടെ എല്ലാ മേഖലയിലും മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വ്യത്യസ്തമായി കൃഷിക്ക് നെല്ലിന് 17 രൂപ മാത്രം താങ്ങുമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് അടക്കം ഇടപെട്ട് കൊടുക്കുമ്പോൾ 24-26 രൂപയ്ക്ക് കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുകയാണ്, നെല്ല് മാത്രമല്ല മറ്റു പല വിളകളിലും. പക്ഷേ ഇന്ത്യയിലെ എനിക്ക് പ്രശ്നവുമായി ബന്ധപ്പെട്ട ചോദ്യം താങ്കളോട് ചോദിക്കാനുണ്ട്. അതായത് ഈ KSFE ലോൺ എടുത്തവരുണ്ട്, മറ്റുള്ള സാമ്പത്തിക സർക്കാർ നിയന്ത്രിത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ വാങ്ങിയവരുണ്ട്. അങ്ങനെ ക്ലേശങ്ങളിൽ ജീവിക്കുന്ന കർഷക കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ബാങ്കുകളുടെ അവസ്ഥ മാത്രം സർക്കാർ തീരുമാനങ്ങൾ എടുത്താൽ പോരാ. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ വാങ്ങിയിട്ടുള്ളവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യും എന്നാണ് തീരുമാനിക്കുന്നത്? എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ജപ്തിയിലേക്ക് പോകാനായിട്ട് ഏത് സ്ഥാപനങ്ങളും അങ്ങനെ ജപ്തിയിലേക്ക് പോകുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. കാരണം ബാങ്കുകൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടി തന്നാൽ മാത്രമേ ചെയ്യൂ. അങ്ങനെ മുഴുവനും ഗ്യാരണ്ടി ഒന്നും സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും കേരളത്തിലെ പോലെ സംസ്ഥാന സർക്കാരിനില്ല. പക്ഷേ ഇവിടെ നേരത്തെ താങ്കൾ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. 10 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് ബാഡ് ഡെറ്റ്സ് ആയിട്ട് ഇപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് വന്നു. 2.5 ലക്ഷം 3 ലക്ഷം കോടി രൂപ എഴുതി തള്ളി, ബാക്കി എഴുതി തള്ളാനിരിക്കുന്നു. 12,000 കോടി അടയ്ക്കാനുള്ള വിജയ് മല്യയും 33,000 കോടി അടയ്ക്കാനുള്ള നീരവ് മോഡിയും അടക്കമുള്ളവർ സുഖമായി കഴിയുന്നു. 70,000 കോടി അടയ്ക്കാനുള്ള അത്രയും കടം വരുത്തിയിട്ടുള്ള അനിൽ അംബാനി അടക്കമുള്ള ആളുകൾക്ക് പുതിയ കരാറുകൾ കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാവുന്നു. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ബാങ്കിനെ ഉപയോഗിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ബാങ്കുകളുടെ കാര്യത്തിൽ
ഈ കടം ജപ്തി ചെയ്യാനും സർഫാസി ആക്ട് നടപ്പാക്കാനും പറ്റില്ല നിലപാടെടുക്കണം. അതോടൊപ്പം കർഷകരമായിട്ടുള്ള സുഹൃത്തുക്കളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ വരുന്ന ഈ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്ന ഒരു നിലപാടെടുക്കാൻ പാടില്ല. ആ ബാങ്കുകളുടെ നേരെ അങ്ങനെ അവരൊന്നും ജപ്തി ചെയ്ത് കൊണ്ടുപോകില്ല ഇങ്ങനൊരു പ്രത്യേക ഘട്ടത്തിൽ എന്ന നിലപാടെടുക്കാൻ വേണ്ടി കൂടി നമുക്ക് കഴിയണം. അതിനുവേണ്ടി തയ്യാറാവണം. ഇവിടെ കൊല്ലത്ത് ഞങ്ങളിവിടെ ചില വ്യവസായികളും ചെറുകിട ബിസിനസ്സുകാരെയും ഒക്കെ ജപ്തി ചെയ്യാനായിട്ട് ബാങ്ക് വന്നപ്പോൾ ബാങ്കിന് നേരെ സമരം നടത്തി. അത് അതിശക്തമായ സമരം കൊല്ലത്ത് നടത്തി. ഇപ്പോൾ ചില ജപ്തി ഒരു കശുവണ്ടി മുതലാളി ആത്മഹത്യ ചെയ്തു, ചെറുകിട കശുവണ്ടി മുതലാളി. അതിനുശേഷം അത്തരം പല സംഭവങ്ങളും ആവർത്തിക്കാനിരുന്നപ്പോൾ ചെറുകിട ബിസിനസ്സുകാരുൾപ്പെടെ ബാങ്കിന് നേരെ സമരം നടത്തുന്നതിന് ഞങ്ങളെല്ലാം പിന്തുണ കൊടുത്തതാണ്. ബാങ്കിൻ്റെ സമീപനം മാത്രമാണ് ഇതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക രംഗത്തെ നയങ്ങളുടെ ഭാഗമാണ്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റിസൾട്ടാണ്. പക്ഷേ അതിനെല്ലാം പരിഹാരം കൃഷിക്കാരുടെ സ്ഥലം ജപ്തി ചെയ്ത് സാധാരണക്കാരെ ജപ്തി ചെയ്ത് അവരെ വഴിയാധാരമാക്കി ആത്മഹത്യയിലേക്ക് നയിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് ബാങ്കുകൾ ഇത്തരം കാര്യത്തിനൊരു മൊറട്ടോറിയം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ കരുതുന്നു. ബാലഗോപാൽ, ഞങ്ങളൊരു സാങ്കേതിക സാധ്യതയിലൂടെ ഒരു തത്സമയ പരീക്ഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ വളരെ ദൂരെ ഇരിക്കുന്ന നിങ്ങൾക്ക് അടിമാലിയിലുള്ള ജനങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഒരു പുതിയ സാങ്കേതിക രീതിയിലൂടെ സമ്മാനിച്ചിരിക്കുന്നത്. ശ്രീ ജോസും ശ്രീ ബാലഗോപാലും ഈ ചർച്ചയിൽ അല്പനേരം കൂടി തുടരണം. ഈ കർഷക സുഹൃത്തുക്കൾ എന്താണ് അടിമാലിയിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഞാൻ അവരിലേക്ക് പോവുകയാണ്. അല്പനിമിഷങ്ങൾ കൂടി നിങ്ങൾ എന്തായാലും ഈ ചർച്ചയിൽ തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുരേന്ദ്രൻ ചേട്ടനെ എനിക്കറിയാം. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ക്ഷീരകൃഷി, അതുപോലെ പാട്ടത്തിന് പീച്ചാട്ട് കുര്യാക്കോസ് ചേട്ടൻ്റെ വീട് എവിടെയായിരുന്നു? മന്നാക്കാലയിലെ 3/4 ഏക്കർ. എത്ര കിലോമീറ്റർ? 100 ഏക്കറിലായിരുന്നു. ഇല്ലില്ല, മന്നാക്കാലയിലെ 3/4 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർഷങ്ങളായിട്ട് അയാൾ താമസിക്കുന്നത്. അയാളും അയാളുടെ കുട്ടികളും കുടുംബവുമായിട്ട് അവിടെ കൃഷി ചെയ്ത് തന്നെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഒരു സാധാരണ കൃഷിക്കാരനാണ് അയാൾ. പീച്ചാട്ട് കുര്യാക്കോച്ചേട്ടൻ്റെ കൃഷിയിടത്തിലാണ് പാട്ടകൃഷി നടത്തിയത്. ഒരു പാട്ടകൃഷി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് സ്വന്തമായ ഭൂമിയിൽ അധ്വാനിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് അയാളുടെ നിത്യജീവിതം, ദൈനംദിന ജീവിതം കഴിഞ്ഞ് അയാൾക്ക് ഭൂമി വാങ്ങാനുള്ള കാശില്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നാണ്യങ്ങൾക്ക് വിലയില്ല. ഇപ്പോൾ ഇവിടെ ഈ അടിമാലി എന്ന് പറഞ്ഞ് നാമമാത്രമായ റബ്ബർ കൃഷിക്കാരുണ്ട്. ഇന്ന് സാർ 120 രൂപയാണ് 1 കിലോ റബ്ബറിന് കിട്ടുന്നത്. 240 രൂപ വന്നതാണ്. ഞാനും ഒരു ചെറിയ കൃഷിക്കാരനാണ്. എനിക്കുകൊണ്ട് റബ്ബർ കൃഷി. ഇവിടെ ഏലം ഈ ഭാഗത്തില്ല. ഏലം കല്ലാറിന് മുകളിലേക്കേ ഉള്ളൂ. ഇവിടെ റബ്ബർ കൃഷി, ജാതി, ഗ്രാമ്പു, പിന്നെ തന്നാണ്ട് കൃഷി, ഇപ്പം ഇഞ്ചി കൃഷി ഈ മേഖലയിലില്ല. മഞ്ഞൾ കൃഷി. ഇവിടുത്തെ കൃഷിക്കാരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കൃഷിക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുരന്തമായി. അവരെങ്ങനെ ജീവിക്കും? പക്ഷേ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. പക്ഷേ പുറമേ ഇറങ്ങി അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കണ്ടെത്താൻ മറ്റ് കൃഷിക്കാരെ സംബന്ധിച്ച് കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ പേര് ജോൺ സി ഐസക്. ഞാൻ INTUC-യുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഞാനൊരു കൃഷിക്കാരന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്തു. നിങ്ങൾ കാത്തിരിക്കുകയാണോ? അല്ലല്ല, ഇത് നിരന്തരമായി ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തും ബന്ധപ്പെട്ട സർക്കാരിന്റെ അടുത്തും നിരന്തരമായി പാർട്ടി ലെവലിൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ആ വീട്ടിൽ വന്ന് കാണുകയും സന്ദർശിക്കുകയും ചെയ്തു. അതുപോലെ തൊട്ടടുത്ത് ബാങ്ക് ഉപരോധം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 6-ാം തീയതി ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് കട്ടപ്പനയിൽ ഉപവാസം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സാർ, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്ക് പരിധിക്കപ്പുറത്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഭരണപക്ഷത്തിരിക്കുന്ന ആരാ ഇവിടെ ഉള്ളത്? ഭരണപക്ഷത്ത് ഇരിക്കുന്നവരെല്ലാം അല്ലേ? അപ്പൊ ഭരണപക്ഷക്കാരൻ പറയൂ, എന്താ നിങ്ങൾ മൈക്ക് തട്ടണ്ട, മൈക്കെല്ലാം ഓണാണ്. പറഞ്ഞോളൂ. അതായത് എനിക്കറിയേണ്ട ഒരു കാര്യം, അതായത് നമ്മുടെ കൃഷിക്കാർക്ക് ഇത്തരം സാമ്പത്തിക ക്ലേശങ്ങൾ ഉള്ളപ്പോൾ സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകളിലൊക്കെ എൻ്റെ പ്രതീക്ഷ വളരെ കുറഞ്ഞു കിടക്കുക. പല കാരണം എൻ്റെ അനുഭവങ്ങളും നാട്ടുകാരുടെ അനുഭവങ്ങളും ഉണ്ട്. പക്ഷേ സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളിൽ സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുണ്ട്. നമ്മുടെ കൃഷിക്കാർ ക്ലേശത്തിലാണെങ്കിൽ അവർക്ക് ഇടപെടാൻ പറ്റണം. കാരണം എത്രയോ കോടികൾ നമ്മൾ എഴുതി തള്ളുന്നു നമ്മുടെ നാട്ടിൽ പല കാര്യത്തിനായിട്ട്. താങ്കൾ പറഞ്ഞു, താങ്കൾ ആരാണെന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു. എൻ്റെ പേര് TK ഷാജി, CPIM-ന്റെ അടിമാലി ഏരിയ സെക്രട്ടറിയാണ്. ഇവിടെ ആത്മഹത്യ ചെയ്തപ്പെട്ടുള്ള കുടുംബങ്ങളോട് നമുക്ക് സഹതാപവും ദുഃഖവുമുണ്ട്. ഒന്ന്, കാർഷിക പ്രശ്നങ്ങൾ വലിയ നേറുന്ന പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുന്ന ജില്ലയാണിത്. ഒട്ടേറെ പ്രതിസന്ധികൾ കർഷകരാകെ നേരിടുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നടന്നിട്ടുള്ള ആത്മഹത്യകളെല്ലാം എന്ന് നമ്മൾ കണ്ടെത്തുന്ന നിഗമനത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഒന്ന്, കാർഷിക പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി സുഹൃത്തുക്കൾ ആത്മഹത്യ ചെയ്തു.
ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് എക്കാലവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കരുത്തോടു കൂടി വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ചൂണ്ടിക്കാണിച്ച ശ്രീ സുരേന്ദ്രൻ്റെ മരണം വളരെ ദുഃഖകരമാണ്. അവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്കിതിനോടുള്ള പ്രശ്നം ഒന്ന് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായി ചില ആളുകൾ ഈ ദുരവസ്ഥയെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് അങ്ങനെ പറഞ്ഞു പോകരുത്. കാരണം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല. ഞങ്ങൾക്കറിയേണ്ടത്, ഇപ്പൊ പറഞ്ഞു ബാലഗോപാൽ പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ പറയുന്നു 6 മാസമായി ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റി? ഇവിടുത്തെ കാർഷിക മേഖല തകർന്നടിഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റി ഗവൺമെന്റിന്? ഞങ്ങൾ കൃഷി വകുപ്പ് മന്ത്രിയോട് ചോദിക്കുന്നു, ഈ നാട്ടിലെ കൃഷിക്കാരൻ അവൻ ചെയ്തിരുന്ന നാണ്യവിളകൾ തകർന്നുപോയി, കുരുമുളക് ഇവിടെ തകർന്നു. ഞങ്ങൾ ചോദിക്കുന്നത് എന്ത് സഹായമാണ് ചെയ്തിട്ടുള്ളത്? കൃഷിക്കാരനെ സഹായിക്കാൻ കൃഷിഭവൻ വഴി എന്ത് സഹായം ചെയ്തിട്ടുണ്ട്? ഇവിടെ മൊറട്ടോറിയത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അവർക്ക് അനുഗുണമായ നിലപാട് സ്വീകരിക്കണം എന്ന് വ്യക്തമായ ധാരണയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ. ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ പറയാൻ വരുന്നതിന് മുമ്പ്. അതായത് ഈ ഇടുക്കി ജില്ലയിൽ തന്നെ ഇത്രയധികം കർഷക ആത്മഹത്യകൾ ഉണ്ടായി, 7 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഭരണപക്ഷത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ 1 or 2 ആത്മഹത്യകൾ ഉണ്ടാകുമ്പോൾ തന്നെ സംസ്ഥാനത്തൊരു കൃഷി വകുപ്പുണ്ട്, അതിന്റെ തലപ്പത്തൊരു മന്ത്രി ഇരിപ്പുണ്ട്. അവരെന്ത് ചെയ്യുകയാണ് നിങ്ങൾ അന്വേഷിക്കണം. നിർബന്ധമായും വേണം. ഈ രംഗത്ത് ഞങ്ങൾ അന്വേഷണം നടത്തി, സമഗ്രമായ ഇടപെടലുകൾ ഈ രംഗത്ത് നടത്തി. ഇപ്പോൾ തന്നെ അല്ല, അത് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, കാരണം ഇപ്പോൾ 4-ാം തീയതി നാളെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ഇവരുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷയങ്ങളിൽ ഗവൺമെൻറ് പഠനം നടത്തി ഉചിതമായ നടപടി കൈക്കൊള്ളും എന്ന് ഇപ്പോഴും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എപ്പോഴും കർഷകരെ സംരക്ഷിക്കുന്ന സമീപനം, ഏത് കാലത്തും അവരോടൊപ്പം തന്നെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് നമ്മൾ തുടരുന്നത്. അതുകൊണ്ട് ഒരു പ്രതീക്ഷയറ്റ വിഭാഗം എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇടുക്കി പാർലമെന്റ് സെക്രട്ടറിയാണ്. ഇടുക്കിയിലെ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കർഷകരുടെ മരണത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല. ഇവിടുത്തെ മന്ത്രി പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. കർഷക ആത്മഹത്യ അല്ലെന്നാണ് പറയുന്നത്. മോഡി നാളെ മന്ത്രിസഭാ യോഗം കൂടാൻ പോകുന്നു, ചില കടുത്ത നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലേ? അത് ഈ കർഷകരുടെ മുഴുവൻ ജപ്തി നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് കർഷകരുടെ കടങ്ങൾ മുഴുവൻ എഴുതി തള്ളേണ്ട ഒരു നടപടിയാണ് ഈ സർക്കാർ സ്വീകരിക്കേണ്ടത്. ഈ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾ താങ്കൾ സന്ദർശിച്ചോ? ഞങ്ങൾ പോയിട്ടുണ്ട്. എന്തായിരുന്നു അവിടുത്തെ ഒരു സാഹചര്യം? എന്തായിരുന്നു അവരുടെ അവസ്ഥ? വളരെ ദയനീയ അവസ്ഥയാണ്. വളരെ ദയനീയ അവസ്ഥ. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. മോഡി പ്രഖ്യാപിച്ചതുപോലെ 15 ലക്ഷം ജനങ്ങൾക്ക് കൊടുത്ത പോലെ ഇപ്പോൾ 5000 കോടി രൂപ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. 1 രൂപ പോലും കർഷകർക്ക് ചെന്നിട്ടില്ല ഈ സമയം വരെ. അതാണ് അവസ്ഥ. കാർഷിക വികസന ബാങ്കിൽ സിപിഐയുടെ അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഇവിടെ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തത് അപലപനീയമാണ്, ദുഃഖകരമാണ്. പക്ഷേ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ല കാർഷിക വൃത്തി കൊണ്ട് ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ ഏത് കാലത്തും കൃഷിക്കാർക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ ഏത് കാലത്തും അനുഭവപ്പെടുന്ന ജില്ലയാണ്. അതിന് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ഭരിക്കുന്നത് എന്ന മാനദണ്ഡം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൃഷിക്കാരുടെ ആത്മഹത്യകളെല്ലാം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള 7 പേരുടെ ആത്മഹത്യ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് അപലപനീയമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം വരെ ഉണ്ടായിട്ടുള്ള ഈ കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തം, ആ ദുരന്തത്തിന് ശേഷം ഇടുക്കി ജില്ലയുടെ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ച, കാർഷിക മേഖല താങ്കൾക്ക് മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്താൻ പറ്റില്ല. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഫലമായി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കൃഷി വകുപ്പ് മന്ത്രി ഒരാക്ഷേപം കൃഷി വകുപ്പ് മന്ത്രി പറയട്ടെ ഈ ഗവൺമെന്റ് ഈ കേരളത്തിലെ മുഴുവൻ കാർഷിക കടകൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. മുഴുവൻ കാർഷിക
ഗവൺമെന്റ് എടുത്ത നിലപാടുകളാണ് പറയുന്നത്. മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെയാണ് എട്ടോളം കർഷകർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെയാണ് എട്ടോളം കർഷകർ ഈ കേരളത്തിലെ സർക്കാർ നോട്ടീസ് അയച്ചു. സർക്കാർ എന്തിനാ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത്? സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ സർക്കാർ ഒരു കാര്യത്തിന് ഈ ദുരന്തത്തിന് ആഗസ്റ്റിലുണ്ടായ ദുരന്തത്തിന് സെപ്റ്റംബർ മാസത്തിൽ ബാങ്കുകൾ നേരത്തെ കേൾക്കത്തില്ല, എല്ലാവരുടെ പറഞ്ഞ കേക്കില്ല. കേൾക്കണ്ടേ? നിങ്ങൾ പറഞ്ഞ തിരുവനന്തപുരത്ത് കേൾക്കണ്ടേ? എങ്കിൽ ഇരിക്കൂ. മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. ഒരു വർഷക്കാലം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ എട്ടോളം കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. ഈ മൊറട്ടോറിയം നിലനിൽക്കുമ്പോൾ തന്നെയാണ് 9ഓളം കർഷകർ ആത്മഹത്യ ചെയ്തത്. ഏതെങ്കിലും ഒരു ബാങ്കിനെതിരെ ഏതെങ്കിലും മാനേജർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ CPM തയ്യാറായോ? ഗവൺമെന്റ് തയ്യാറായോ? പരിശോധിക്കപ്പെടണ്ടേ? ഇവിടുത്തെ എല്ലാം ബാങ്ക് ഭരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാ. അവരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ മൂലമാണ് സുരേന്ദ്രൻ ചേട്ടൻ ആത്മഹത്യ ചെയ്തത്. രണ്ട് കർഷകർ, രണ്ട് കുട്ടികളുടെ അത് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ തന്നെയാണ് പത്രസമ്മേളനം നടത്തുകയും ചെയ്തത്. 9 കർഷകർ ആത്മഹത്യ ചെയ്തു. ഈ കർഷകർ ഇവരിപ്പോ ഇതെല്ലാം പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നേരിടുമ്പോ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തന്നെയാണ്. ഇപ്പൊ കർഷകരുടെ ആത്മഹത്യാ ശ്രമങ്ങൾ ഉൾപ്പെടുന്ന കരാറുകാർ ആത്മഹത്യക്ക് പോവാ. കഴിഞ്ഞ 25-ാം തീയതി ബില്ല് മാറി കഴിഞ്ഞാൽ ഇനി ജനുവരി 25-ന് ബില്ല് മാറിയതാണ്. ഇതിനുശേഷം മെയ് 25 വരെ ബാൻ ചെയ്തു ട്രഷറി. ഈ ഗവൺമെന്റിലെ ഭരിക്കുന്നേ ട്രഷറി എത്രയോ കർഷകർ. അപ്പൊ നമ്മള് സംസാരിക്കാത്ത ഇവിടെ സംസാരിച്ച ആളുകള് എല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. ഞാനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളാണ്. ഇപ്പോ ഭരണകക്ഷിയുടെ ഒരാള് സംസാരിച്ചു. മുൻ ഭരണകക്ഷിയുടെ ആളുകൾ ആണ് ഇവിടെ ആദ്യം സംസാരിച്ചത്. അവരുടെ കാലത്ത് ഏതാണ്ട് 1200-ലധികം ആളുകൾ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. അന്ന് ഈ ആത്മഹത്യ തടയാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇല്ല അന്നുണ്ടായ ആത്മഹത്യ അത് തടയാൻ വേണ്ടി അന്ന് അവർ ഇനി ആരുമില്ലെന്ന് തന്നെ ഇരിക്കട്ടെ അവര് ക്രിയാത്മകമായി ഈ ആത്മഹത്യ തടയുന്നതിന് വേണ്ടി എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് ഒന്ന് ഉപദേശിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ. അതെ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയപരമായി അല്ലാതെ നീതിപൂർവ്വം നിഷ്പക്ഷമായി ഒരു ചർച്ച സംഘടിപ്പിക്കണം. അടിമാലിക്കാർ സഹകരിക്കുന്നു. അടിമാലിക്കാര് ഏത് പ്രദേശത്ത് ചെന്നാലും ഇപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞത് നമ്മോടൊപ്പം ഒരാൾ ചേരുന്നു. ശ്രീ ലാൽ കൽപ്പകവാടി. നിങ്ങളിരിക്കൂ. ശ്രീ ലാൽ കൽപ്പകവാടി, താങ്കൾക്ക് ഇപ്പോ ഞാൻ നിൽക്കുന്നത് ഇടുക്കിയിലെ അടിമാലിയിലാണ്. അടിമാലിയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ അടുത്ത കാലം നടന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഇമോഷണലാണ്, വികാരപരമാണ് ആളുകൾ. അവർ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു പറയും. എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. അപ്പോ ലാൽ കൽപ്പകവാടി, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാ? ഞാൻ ചർച്ചകൾ കേട്ടോണ്ടിരിക്കും. ഹലോ, ഞാൻ ചർച്ചകൾ മുഴുവനും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് രാഷ്ട്രീയം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. കൃഷിക്കാരനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് ഇപ്പം ഭരിക്കുന്ന 2 ഗവൺമെൻറ്റുകളും അതിനകത്ത് പ്രത്യേകിച്ച് ദയവായി അവിടെ കേൾക്കുന്നവരാലോചിക്കണം. ഇത് രാഷ്ട്രീയമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇറക്കുമതി നയം. ഈ ഗവൺമെൻറ് നേരത്തെ പലരും ചോദിച്ച പോലെ ഈ പ്രളയം കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമോ, കർഷക കോൺഗ്രസ് വളരെ ശക്തമായി എല്ലാ മണ്ഡലങ്ങളിലും പോയി കണക്കെടുത്ത് ഏകദേശം കൃഷിനാശം, ഭൂമിയുടെ നാശമല്ല, കൃഷിനാശം മാത്രം 9,000 കോടി രൂപയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ, അങ്ങനെ ഉള്ള നഷ്ടം
പിന്നെ മൃഗങ്ങളുടെ നഷ്ടം, ഇതെല്ലാം കൂടെ ചേരുമ്പം 20,000 കോടി രൂപകളാണ് പാവപ്പെട്ട കൃഷിക്കാർക്ക് നഷ്ടം വന്നിരിക്കുന്നത്. അതിനകത്ത് എന്ത് ഈ ഗവൺമെൻറ് ചെയ്തു? ഈ ഇവിടെ പ്രളയത്തിന് ധാരാളം പണം വന്നു, എല്ലാ മേഖലകൾക്കും അവർ വീതം വെച്ച് കൊടുക്കുമ്പം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കാർഷിക മേഖലയിൽ ഇത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി സുനിൽകുമാറിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ നേരത്തെ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് എല്ലാ 6 മാസം ഇരിക്കുമ്പം ഞാൻ കാർഷിക ഉപദേശ സമിതിയിലെ സംസ്ഥാനതല മെമ്പറാണ്, വിളിക്കാറുണ്ട്. ഈ വർഷം തുടങ്ങിയിട്ട് ഇതിപ്പം മാർച്ചായി, അതിന് മുമ്പായിട്ട് വിളിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ട് അത് നടപ്പിലാക്കാതെ അത് കേൾക്കാത്ത പട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി സമരം ചെയ്യുകയല്ല, കടങ്ങൾ എഴുതിത്തള്ളാൻ. ഈ ഗവൺമെൻറ് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ കടങ്ങൾ അങ്ങ് എഴുതിത്തള്ളാമല്ലോ. എന്താണ് ഈ മൊറട്ടോറിയം? മൊറട്ടോറിയം എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ കൃഷിക്കാരന് അലർജിയാണ്. കാരണം ഒരു കൊല്ലത്തേക്ക് പിന്നെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ പലിശ സഹിതം അത് കൊടുക്കണ്ടേ? അതിനുള്ള വഴി എന്താണ് പാവപ്പെട്ട കൃഷിക്കാരന്? അപ്പോൾ ഇപ്പം ബാങ്കുകളെ പ്രതിയാക്കുന്നു, അത് ശരിയാണ്. അവരുടെ പെരുമാറ്റങ്ങൾ വളരെ മോശമാണ്. പിന്നെ ഈ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെയുള്ള ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് അവരുടെ ചിലപ്പം പിന്നെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം, പക്ഷേ ഒരു മനുഷ്യത്വം ഇതിനകത്തുണ്ട്. അവർ എന്തുമാത്രം കാർഷിക ലോണാണ് കൊടുക്കുന്നത്. അവർ കഴിയുന്നതും മെറ്റ് ലോൺ കൊടുത്ത് അതിന് പലിശ കൂടുതൽ കിട്ടി ഈ കൃഷിക്കാരനെ ഞാൻ ഓർക്കുന്നുണ്ട്. 2005 ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുമ്പം അന്ന് ഈയാമ്പാറ്റകളെ പോലെ പിന്നെ വയനാട് ആത്മഹത്യ നടക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും UDF ഗവൺമെൻറ് അല്ലേ എന്ന്. അതെ, UDF ഗവൺമെൻറ്റാണ്. പക്ഷേ അതിനകത്ത് പ്രതികളാരായിരുന്നെന്നറിയാമോ? ബാങ്കുകൾ അതിന് മുന്നോടിയായിട്ട് കുരുമുളകിന് വില കൂടിയപ്പോൾ അവിടെ നല്ല സമ്പന്നമായ കൃഷിക്കാരെ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? ബാങ്ക് മേള നടത്തി, ലോൺ മേള നടത്തി. പാവപ്പെട്ട കൃഷിക്കാരനെ കൊണ്ട് ഈ പിന്നെ ഫ്രിഡ്ജും മറ്റു കാര്യങ്ങളും എല്ലാം വാങ്ങിപ്പിച്ചു. അത് കഴിഞ്ഞ് വലിയ വരൾച്ച വന്നു. അവിടുത്തെ കുരുമുളക് ഉൾപ്പെടെയുള്ള മറ്റ് നാശനഷ്ടങ്ങൾ മുഴുവൻ നശിച്ച് കൃഷിക്കാരൻ കടത്തിൽ നിന്ന് കടത്തിലോട്ട് പോയി. അവർ പിന്നെ മറ്റേ ബ്ലേഡുകാരെ സമീപിച്ചു. അവസാനം ബ്ലേഡുകാർക്കും പണം കൊടുക്കാനുണ്ട്, ഇവർക്കും കടം വന്നപ്പോഴേക്ക് ഇത് പിന്നെ ആത്മഹത്യയിലോട്ട് പോയി എന്ന് പറയുന്ന പോലെ ഇന്ന് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരുടെ സ്ഥിതി ഇന്നിരിക്കുന്ന ഭരണകൂടങ്ങൾ രണ്ട് കൂട്ടരും കൃഷിക്കാർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒരു കാര്യം അഭിമാനത്തോടുകൂടി എനിക്ക് പറയാം, UDFും UPA ഗവൺമെൻറ്റും വന്നപ്പം പിന്നെ ഏത് രാജ്യം ഇതുപോലെ 70,000 കോടി രൂപ എഴുതി തള്ളിയിട്ടുണ്ട്? ഇവിടെ തന്നെ പിന്നെ ആദ്യം വില കൂട്ടിയത് ശ്രീ ബാലഗോപാലിനോട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുമല്ലോ. ശ്രീ ബാലഗോപാൽ, അടിമാലിയിലെ ജനങ്ങൾ താങ്കളോട് ചോദിക്കുകയാണ്, ചോദിച്ചോളൂ. അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. എൻ്റെ പേര് നാസർ. എനിക്ക് ഇതിന്റെ അകത്ത് രാഷ്ട്രീയത്തിനേക്കാളൊക്കെ ഉപരി അല്ല, ഇതിനകത്തെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരുന്നു, അപ്പൊ ഇഷ്ടംപോലെ സമയം നമുക്ക് ടെലിവിഷനിലൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടം പോലെ ഏറ്റുമുട്ടാം. കർഷകന്റെ നമുക്ക് രാഷ്ട്രീയം പറയണ്ട. കർഷകന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ പോയി. രാഷ്ട്രീയമില്ല. ഞാൻ ഒരു അഭ്യർത്ഥന മാത്രം. കർഷകന്റെ കണ്ണുനീർ വീണ് നനഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിസര മേഖലകൾ മുഴുവൻ ഏറ്റവും അടുത്ത വെള്ളത്തൂവൽ പഞ്ചായത്തിൽ ഇടതുപക്ഷ സഹയാത്രികനാണ്, ജനതാദളിന്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചയാളാണ് തണ്ണിക്കോട് ജോസഫ് എന്ന് പറയുന്ന ആള്. അയാളുടെ വീടിന്റെ മുമ്പിലാണ് കിഡ്നി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്ത് ഈ നാട് ഇത്രയേറെ ഗതികേടിലാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ പോലും ചർച്ച ചെയ്യപ്പെട്ടത്. കർഷകനായിക്കോട്ടെ അല്ലാത്തവനായിക്കോട്ടെ, എന്തായാലും ഒരു കാര്യം പേര് പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം, 5000 കോടി രൂപ. ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. 5000 കോടി രൂപ, അത്രയും അതിന്റെ പേര് കേട്ടോ, 5000 കോടി രൂപ
5000 കോടി രൂപ 55 വർഷക്കാലം ബജറ്റിന് ശേഷം ഈ രാജ്യം 55 വർഷക്കാലം ബജറ്റിന് ശേഷം 55 വർഷക്കാലം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിട്ട് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭരിച്ചിരിക്കുന്ന കോൺഗ്രസാ. ഇപ്പോൾ കേന്ദ്രത്തിൽ പോലും ഒരു പ്രതിപക്ഷ നേതാവില്ലാത്ത സ്ഥാനത്തേക്ക് കോൺഗ്രസ് മാറിയിരിക്കുക. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കിഡ്നിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു മാന്യ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം കൽപ്പവാടി പറഞ്ഞു അഖിലേന്ത്യാ കിസാൻ അദ്ദേഹത്തോട് ബാലഗോപാൽ നിങ്ങൾക്ക് മറുപടി പറയും. ഒരു സെക്കൻഡ്, ഞാൻ വരുന്നു. ശ്രീ ബാലഗോപാൽ, താങ്കൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ ബാലഗോപാൽ, താങ്കൾ മറുപടി പറയാം. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ കേൾക്കാൻ പറ്റിയിട്ടില്ല, ചോദ്യം കേട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ഗവൺമെൻറ്, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് കാർഷിക മേഖലയിൽ വളരെ സഹായകരമായ പല നിലപാടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. റബ്ബറിൻ്റെ കാര്യത്തിനകത്ത് ഈ താങ്ങുവില ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ മിനിമം വില കിട്ടുന്നതിന് വേണ്ടി 500 കോടി രൂപ ഈ ബഡ്ജറ്റിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. നെല്ലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നെല്ലുൾപ്പെടെയുള്ള സാധനങ്ങൾ, ഞാൻ ഓരോന്നിൻ്റെ അടുത്ത് വില പറയുന്നില്ല, അതിനും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാളും 8-9 രൂപ അധികം കൊടുത്തിട്ടാണ് ഇവിടെ ആ നെല്ലെടുക്കുന്നത്. അതുപോലെ പല കൃഷിക്കും കൊടുക്കുന്ന സഹായമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാനിവിടെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ പറയാമായിരുന്നു, VS അച്യുതാനന്ദൻ ഗവൺമെൻറ് വരുന്ന കാലത്ത്, അതിനു മുമ്പുള്ള ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 1500-2000 പേര് ആത്മഹത്യ ചെയ്തതാണ് കേരളത്തിൽ. ആ കണക്കൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം ഒരു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നത് പോലും വിഷമകരമായ കാര്യമാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതായാലും വിഷമകരമായ കാര്യമാണ്. അതൊരു കോൺഗ്രസ് ഭരിച്ചപ്പോൾ കണക്കെടുക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്. ഉത്തരേന്ത്യയിൽ 3-3.5 ലക്ഷമുണ്ട്. ആ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ പ്രശ്നം ഇന്ന് ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ, അത് പണ്ട് കോൺഗ്രസ് തുടർന്ന നയത്തിന് തുടർച്ചയാണ്. ഈ പറഞ്ഞ റബ്ബർ ഇറക്കുമതിയും തേയില ഇറക്കുമതിയും എല്ലാ സാധനങ്ങൾ ഇറക്കുമതിയും ക്ഷീരസാധനങ്ങൾ ഇറക്കുമതിയും എല്ലാം ചെയ്യുന്നതിന് നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ തകർച്ച തുടങ്ങിയത്. BJP വന്നപ്പോൾ കൂടുതൽ ശക്തമായിട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ കാർഷിക കലാപങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അത്രയും പിടിവെട്ട് കേരളത്തിൽ പോയിട്ടില്ല. എങ്കിൽ പോലും ഇവിടെ ഉണ്ടായ 6-7 കൃഷിക്കാർ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. അതിനകത്ത് കൃഷി മാത്രമല്ലായിരിക്കും, ആകെ പ്രതിസന്ധി ഉണ്ടാവും. ആ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ബാങ്കുകൾ ഇതെല്ലാം കൂടി ജപ്തി ചെയ്യല വേണ്ടത്. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, കേരളത്തിൽ ഈ പണം മൊത്തം എഴുതിത്തള്ളിക്കൂടെ. അതിനകത്ത് ശ്രീ കൽപ്പകവാടി പറഞ്ഞ അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ലെന്നാണ്. ആ രാഷ്ട്രീയം ഏറ്റവും കൂടുതലുണ്ടെന്നുള്ളതാണ്. കേരളം പോലൊരു സംസ്ഥാന സർക്കാരിന് ഈ കടം ആകെ എഴുതിത്തള്ളാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ടോ? ഒരാൾ ഒരു ഉത്തരവാദിത്വം പറയുമ്പോൾ ഉത്തരവാദിത്വപൂർവ്വമായിട്ടാണ് സംസാരിക്കേണ്ടത്. ഉത്തരവാദിത്വപൂർവ്വമായിട്ട് സംസാരിക്കണം. VSന്റെ ഗവൺമെൻറ് അന്ന് വന്നപ്പോൾ കാർഷിക കടാശ്വാസ കമ്മീഷൻ വെച്ച് ധാരാളം കാര്യങ്ങൾ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു. UPA ഗവൺമെൻറ്റിന് ഇടതുപക്ഷം പിന്തുണ കൊടുത്തതിനകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ കാർഷിക കടം എഴുതിത്തള്ളണമെന്നായിരുന്നു. ഞങ്ങളുടെ എംപിമാരൊന്നും മന്ത്രിസഭ ചേർന്നില്ല. 62 എംപിമാർ പിന്തുണ കൊടുത്തതാണല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് അന്ന് UPA ഗവൺമെൻറ് വന്നപ്പോൾ ചെയ്യിച്ച പല കാര്യങ്ങളും ഗുണമുണ്ടായി. തൊഴിലുറപ്പ് പദ്ധതി തന്നെ നടപ്പിലാക്കിയത് കാർഷിക മേഖലയിലെ ഈ ദുരിതം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു സജീവമായ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കി കർഷകർ ആത്മഹത്യ ചെയ്ത ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നുള്ള ഒരു തത്സമയ സംപ്രേഷണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അല്ല ഇനി സംസാരിക്കാത്ത ഒരാൾ സംസാരിക്കട്ടെ. താങ്കൾ പറയൂ. 5000 കോടി രൂപ ഇടുക്കിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. 5000 കോടി രൂപ. ആ 5000 കോടി രൂപയില് എന്തോ പറയാനുള്ള. ഞാനൊരു കർഷകനാണ്. പേരെന്താണ്? എന്റെ പേര് സുനിൽ എന്നാണ്. എവിടെയാണ് വീട്? ആനവറ്റിയിലാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, രണ്ടുപേരുണ്ട്. എല്ലാം ബാങ്ക് പഠിക്കുന്ന LDF, വെള്ളത്തോൾ സർവീസ് ബാങ്ക് പഠിക്കുന്ന UDF. രണ്ട് ബാങ്കുകാരും എനിക്ക് എല്ലാം ബാങ്കിലും ലോണുണ്ട്, UDFന്റെ ബാങ്കിൽ ലോണുണ്ട്. എന്റെ വീട്ടിലേക്ക് 2 ബാങ്കുകാരും ജപ്തി നോട്ടീസ് ഇട്ടിട്ടുണ്ട്. ജപ്തി കണ്ട് താങ്കൾ വരണമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇവര് രണ്ടുപേരും സാറേ, ഇവര് രണ്ടുപേരും ഞാൻ പറഞ്ഞ കേട്ടെ, സുഹൃത്തെ ഞാൻ പറയട്ടെ, ഇവര് രണ്ടുപേരും സിൻഡിക്കേറ്റാ. എന്ന് പറയാനും വെള്ളത്തോൾ സർവീസ് ബാങ്കിലെ ഇലക്ഷൻ ഞാൻ പറഞ്ഞിട്ടെ, വെള്ളത്തോൾ സർവീസ് ബാങ്കിലെ ഇലക്ഷൻ LDF വേണ്ടാന്ന് വെച്ചു, UDFന് അനുവാദം കൊടുത്തു. അടിമാലി മറ്റേ എല്ലാം ബാങ്കിലും കർഷക ആത്മഹത്യ ഇവിടെ നടക്കണമെങ്കിൽ പോലും ഈ 2 സുഹൃത്തുക്കൾ 2 പാർട്ടിക്കാരും കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി മുൻപന്തിയില്ല. നിങ്ങൾ രണ്ടുപേരും ഇല്ലെന്നാ പറഞ്ഞു. രണ്ടുപേരും
അല്ല, ഞാൻ വെള്ളത്തോൾ സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റാണ്. അവിടെ ഇതുവരെ ഒരു ജപ്തി നോട്ടീസ് വിട്ടിട്ടില്ല. ജപ്തി നോട്ടീസ് പറഞ്ഞാൽ എടുത്തു വെക്ക്, കാണിക്കാൻ പൈസ അടിക്കുന്നു പറഞ്ഞു. ഒറ്റ തവണ തീർപ്പാക്കണം. ജപ്തി നോട്ടീസ് എടുക്ക്. ഒറ്റ തവണ തീർപ്പാക്കണം എന്ന് പറഞ്ഞു. തീർപ്പാക്കണം നോട്ടീസ് ഞാൻ വെള്ളത്തോൾ സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റാണ്. അവിടെ നിന്ന് ഒരു ജപ്തി നോട്ടീസും വിട്ടിട്ടില്ല. അവിടെ നിന്ന് ജപ്തി നോട്ടീസേ വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയുന്നു. കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ ഒരു പ്രയോജനം കൃഷിക്കാരനില്ല. അതുകൊണ്ട് ചോദിച്ചു, അഥവാ ഇദ്ദേഹത്തിന്റെ ലോണിന് ഇദ്ദേഹത്തിനെ കണ്ടിട്ടൊരു അപകടകാരിയാണെന്ന് തോന്നുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ ലോണിന് ജപ്തിയുമായി പോകത്തില്ല, പോകുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളെ ഗവൺമെന്റ് പ്രശ്നമില്ല. അത് ഗവൺമെന്റ് വേണം കാർഷിക ഗവൺമെന്റിന് പിന്നെ പോരെ അത് ഗവൺമെന്റ് സൂചിപ്പിച്ച കാർഷിക വികസന ബാങ്കിന്റെ വൈസ് പ്രസിഡന്റാണ് ഞാൻ. കഴിഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ താലൂക്കിലെ ഒരു കൃഷിക്കാരനും താലൂക്ക് കാർഷിക വികസന ബാങ്കിൽ നിന്ന് ബാങ്ക് ജപ്തി നോട്ടീസ് അല്ല ഒരു നോട്ടീസ് ജപ്തി നോട്ടീസ് അല്ല ഒരു നോട്ടീസ് സുരേന്ദ്രൻ ചേട്ടൻ ഭരിച്ചത് എങ്ങനെയാണ്? സുരേന്ദ്രൻ ചേട്ടന്റെ മരണത്തെ രാഷ്ട്രീയമായുധമാക്കി ഉപയോഗിക്കേണ്ടതില്ല. സുരേന്ദ്രൻ ചേട്ടൻ കൃഷിക്കാരനായിരുന്നു, ഒരു തർക്കവുമില്ല. സുരേന്ദ്രൻ 10 വർഷമായി കാർഷിക വികസന ബാങ്കിൽ നിന്ന് നിരവധിയായ ലോണുകൾ, 2 പെൺമക്കളെ കെട്ടിക്കാൻ സ്വർണ്ണ വായ്പ അടക്കമുള്ള നിരവധി ലോണുകൾ എടുത്തിരുന്നു. എടുത്ത വായ്പയുടെ കാലാവധി 2017 പൂർത്തിയായിരുന്നു. ഇതുവരെ 2017 പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇതേവരെ കാർഷിക വികസന ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് എന്നല്ല അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കാലത്തേക്ക് ജപ്തി വേണ്ടെന്ന് ഗവൺമെന്റ് ജപ്തി നടത്താൻ പാടില്ല, നോട്ടീസ് അയക്കാൻ പാടില്ല തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയം പറയുന്ന UDF-ന്റെ വെല്ലുവിളിക്കുന്നു. എല്ലാം ബാങ്കിൽ നിന്നും അയച്ച താങ്കൾ പറയൂ. ഇനി അല്ല, ഇനി ഒരുപാട് നോക്കേണ്ടത് അത് ജപ്തി നോട്ടീസ് തന്നെയാണ്. അത് തന്നെയാണ്. താങ്കൾക്ക് പരിശോധിക്കാം. ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് തീരുമാനം എടുക്കാൻ. സുരേന്ദ്രന്റെ ബന്ധു തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിന്റെ നോട്ടീസ് ബന്ധു തന്നെ അവിടെ പെങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് നോട്ടീസ് വന്നതിന് ശേഷം അവർ പറഞ്ഞിട്ടുണ്ട്. ആധികാരികമായ ഉത്തരവാദിത്തോടുകൂടി പറയുന്നു, കാർഷിക വികസന ബാങ്ക് സംസ്ഥാന ഗവൺമെന്റ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിന് ശേഷം ആർക്കെങ്കിലും ജപ്തി നോട്ടീസ് അയച്ചു എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയാണ്. മതി. ഓക്കെ, താങ്കൾ പറയൂ. നിങ്ങൾ ദയവ് ചെയ്ത് കർഷക ആത്മഹത്യയിൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തരുത്. രാഷ്ട്രീയം കലർത്തിക്കൊണ്ടുവന്നത് ഇവരാണ്, UDF-കാരാണ്. നിങ്ങൾ ഇല്ലാത്ത ബാങ്കിന്റെ പേരില് LDF-ന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ കർഷകരെ അവഗണിക്കുന്ന നിലപാട്
ഒരു സുഹൃത്ത് വിഷം മേടിച്ചോണ്ട് പോയപ്പോ ഒരു സെക്കൻഡ്. ഹലോ, ഈ ഗവൺമെന്റ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിന് ശേഷം 9ഓളം ആത്മഹത്യ നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇടുക്കി ജില്ലയ്ക്ക് ഒരു MP ഉണ്ട്, ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രിയുണ്ട്. ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രിയുണ്ട്, ഒരു MP ഉണ്ട്. ഒരു MPയുടെ വായിൽ നിന്ന് ക എന്നൊരു വാക്ക് പോലും ഇന്നുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഇവിടെ ഒരു MLA ഉണ്ട്, ഈ മേഖലയെ പ്രതിനിധീകരിക്കുന്ന MLA എന്ത് ചെയ്തു? ഈ കർഷക ആത്മഹത്യ നടന്ന വീടുകളിൽ ഈ മന്ത്രിക്കൊന്ന് സന്ദർശിക്കാൻ സാധിച്ചോ? ഈ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും നേതാക്കൾ ഈ കർഷകരുടെ വീടുകളിൽ എത്തിയോ? ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഫ്ലെക്സ് വെക്കാനില്ലാതെ കൊണ്ട് ഒരു MPയെ കാണാനില്ല. ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. ഇവിടെ ഒരു മന്ത്രിയുണ്ട്, മന്ത്രി ഈ കർഷകരുടെ വീടുകളിൽ എത്തിയിട്ടില്ല. രാഷ്ട്രീയം പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹൈറേഞ്ച് മേഖലയിലെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് മുഴുവൻ ആൾക്കാർ മുഴുവൻ അഭിമാനം സംരക്ഷിക്കണം. സാമ്പത്തിക പ്രതിസന്ധി ഈ മേഖലയിൽ മുഴുവൻ അത് വ്യാപാരികൾ ചെറുകിട കൃഷിക്കാർ മാത്രമല്ല, ചെറുകിട കൃഷിക്കാരുൾപ്പെടെ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യാപാരികൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളും. എന്റെ ഒരു വർഗീസ് പടയാട്ടി, എനിക്ക് അടിമാലി എല്ലാം വാങ്ങുന്ന 1,17,000 രൂപത്തോളം കുടിശ്ശികയുണ്ട്. 3 വർഷമായി ആ കുടിശ്ശി അടയ്ക്കാൻ കഴിയാതെ വന്നിട്ട്. ഈ തവണത്തെ വിലയിടിവ് കാരണം ഒരു നോട്ടീസ് എനിക്ക് അയച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഈ ചെറുകിട കൃഷിക്കാരുൾപ്പെടെ ആ ചെറുകിട കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാവരും പ്രതിസന്ധി തന്നെയാണ്. നോട്ട് നിരോധനം, അതുപോലെ തന്നെ GST, അതിനുശേഷം വന്നിട്ടുള്ള പ്രളയം, ഇതെല്ലാം കൂടി ചേർന്ന് വളരെയധികം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു മരണം ഉണ്ടാകുമ്പോൾ മാത്രം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പരിശോധിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ജനം ജീവിക്കുന്നതെന്നുള്ളത് പഠിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. ഇവിടെ കാർഷിക മേഖല തകരുമ്പോൾ വിനോദസഞ്ചാര മേഖലയുണ്ട്, ആ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മനുഷ്യന് അവസരം കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഈ തിരിച്ചടയ്ക്കാനല്ല പറയേണ്ടത്, ഇപ്പൊ കൂടുതൽ പൈസ കൊടുത്ത് സഹായിക്കണം ബാങ്കുകൾ. ഇവിടെ സംഭവിച്ചൊരു കാര്യം പറയാം. നിങ്ങളുടെ പച്ചയായ കക്ഷി രാഷ്ട്രീയം ഒഴിവാക്കി ഇവിടെ ഒരു കാര്യമുണ്ട്, ആത്മഹത്യകൾ പരിഹരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് പറയൂ, കേൾക്കട്ടെ. ഇവിടെ ഒരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞായിരുന്നു, ഇനി പിന്നെ കാര്യം പറയുന്നു. അതാണ് പ്രശ്നം. ഒരു മിനിറ്റ് ഷൈൻ ചെയ്തു. ഈ ദാരുണമായ സംഭവങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജനത്തിന് മനസ്സിലായില്ല. പ്രത്യക്ഷത്തിൽ ഞങ്ങൾ 24 TV-യോട് കൃതജ്ഞതയുള്ളവരാണ്. ഇപ്പോൾ തന്നെ ഈ വേദിയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നോട്ടീസ് എല്ലാം ബാങ്കിന്റെ നോട്ടീസായി ചിത്രീകരിച്ചു വന്നു. ഇതാണ് രാഷ്ട്രീയവൽക്കരണം. ഇത് വ്യാപകമായി ഇടുക്കി ജില്ലയിൽ നിലവിലുള്ള ഗവൺമെന്റിനും നിലവിലുള്ള ജനപ്രതിനിധികൾക്കും ഞങ്ങൾ ഉത്തരവാദിത്തമായി വെല്ലുവിളിക്കുന്നു. ഈ എല്ലാം ചേട്ടാ അതിലെ ഒരു വെല്ലുവിളിയും വേണ്ട. ഫ്ലെക്സിന്റെ പൈസ ഇങ്ങനെ കൊടുക്കാൻ പറ. കർഷകർക്ക് ആയിരക്കണക്കിന് ഫ്ലെക്സിന് കോടിക്കണക്കിന് രൂപയായിട്ടുണ്ട്. അതിന് 100 രൂപ ആരോപണം ഞങ്ങൾ അംഗീകരിക്കാം. ഒരു നോട്ടീസ് സബ്മിറ്റ് ചെയ്താൽ മതി. ഈ ഗവൺമെന്റ് 5000 കോടി രൂപയുടെ പദ്ധതി എന്തിനാ പ്രഖ്യാപിച്ചത്? നിയമസഭയിൽ ഈ വിഷമങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഇടുക്കിയിലെ കർഷകരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടാണ് പ്രത്യേക പാക്കേജായി മറുപടി പ്രസംഗത്തിൽ 5000 കോടി രൂപ പ്രഖ്യാപിച്ചത്. അത് ഗവൺമെന്റ് നടപ്പിലാക്കി. മോഡി 15 ലക്ഷം രൂപ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള 5000 കോടി ദുരന്ത മേഖലയെ നേരിടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സർക്കാർ പ്രഖ്യാപിച്ചു, 1 വർഷത്തേക്ക് മുഴുവൻ ആളുകളുടെയും കടങ്ങൾ അടയ്ക്കുന്ന മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. എല്ലാ മേഖലയും സംസ്ഥാനത്ത് മുഴുവൻ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ കർഷക ആത്മഹത്യകൾ ഒഴിവാക്കാൻ ഈ ജില്ലയിൽ എന്താ ചെയ്യുന്നത്? ഈ ജില്ലയിലെ കർഷകരായിട്ടുള്ളവരും മറ്റുള്ളവരും എടുത്തിട്ടുള്ള മുഴുവൻ കടങ്ങളും എഴുതി തള്ളുകയാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ കൃഷിക്കാരെ
ഈ ജില്ലയിലെ ഈ സംസ്ഥാനത്തെ കൃഷിക്കാരെ സഹായിക്കുന്നുണ്ട്. മുഴുവൻ കടങ്ങളും എഴുതി തള്ളണം. കൃഷിക്കാരെ മുഴുവൻ കടങ്ങളും എഴുതി തള്ളണം. അതിനുള്ള നടപടി ഇവിടെ സിദ്ദീഖ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സംസാരിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും പറയുന്നത് ശ്രദ്ധിക്കണം. ഒന്ന്, ഇപ്പൊ ഇത് രാഷ്ട്രീയപരമായി നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ആദ്യം പറഞ്ഞത് നിങ്ങളാണ്. പക്ഷെ അത് രാഷ്ട്രീയപരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. ഒന്ന്, ഇത് 90-91 കാലഘട്ടത്തിൽ തുറന്നിട്ടുള്ള ഞാൻ പറയാം സാമ്പത്തിക മേഖലയാണ്. കർഷകരെ സഹായിക്കുന്നില്ല എന്ന നിലപാട് നിങ്ങൾ പറഞ്ഞു. ഈ കർഷകരെ സഹായിക്കാൻ എന്ത് നിലപാടാണ് സ്വാതന്ത്ര്യാനന്തര രാജ്യത്ത് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത്? എന്ത് നിലപാട് സ്വീകരിച്ചു? ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നും കർഷകരെ സഹായിക്കുന്ന നിലവിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചു. നിങ്ങൾക്കതിൽ പ്രതികരണമില്ല. കഴിഞ്ഞ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതം ഏറിയ പങ്കും ഭരിച്ചിട്ടുള്ളത് നിങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, സർഫാസി ആക്ട് ഇവിടെ കൊണ്ടുവന്നു 2002-ലാണ്. മന്ത്രി സുനിൽകുമാർ നമ്മോടൊപ്പം ശരിയാണ്. മന്ത്രി സുനിൽകുമാർ, ശ്രീ വി എസ് സുനിൽകുമാർ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇടുക്കിയിലെ അടിമാലിയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം 7 കർഷകർ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താമസിച്ചു പോയി എന്ന് പരാതിയുണ്ട്. വി എസ് സുനിൽകുമാർ, ഗവൺമെന്റ് ഇടപെടാൻ ഒട്ടും ഇതില് താമസിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കറക്റ്റ് സമയത്ത് തന്നെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കർഷക ആത്മഹത്യകൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സർഫാസി ആക്ട് അനുസരിച്ചാണ് ഈ നോട്ടീസുകളെല്ലാം അയച്ച് കർഷകരെ സമ്മർദ്ദത്തിലാക്കി ഈ കർഷക ആത്മഹത്യയിലേക്ക് തള്ളിയിരിക്കുന്നത് സർഫാസി നിയമമാണ്. ആ സർഫാസി നിയമത്തിന്റെ പിന്നെ ഉടമസ്ഥന്മാരാണെന്നതിനെ പറ്റി ഞാനിവിടെ രാഷ്ട്രീയ മുതിരില്ല. പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക ഉൽപ്പത്തികളെയും ഇവിടെ നടക്കുന്ന മരണങ്ങളെയും രണ്ടും തുലനം ചെയ്യാൻ പാടില്ല. വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന കർഷക ആത്മഹത്യ എന്ന് പറയുന്നത് അവിടെ കർഷകർക്ക് ധാരാളം ഉൽപ്പന്നം ഉണ്ടായി. അവരുടെ തക്കാളി ഉൽപ്പാദിപ്പിച്ചു, അതിനുള്ളി ഉൽപ്പാദിപ്പിച്ചു. അവരെല്ലാ ഉൽപ്പന്നങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ചിട്ട് പോലും അവർക്ക് വില കിട്ടാതെ അവർ കടക്കണിയിലാണ്. കേരളത്തിലുണ്ടായ കാര്യം അസാധാരണമായ ഒരു ദുരന്തത്തെ തുടർന്ന് കർഷകർക്കുണ്ടായിരിക്കുന്ന വലിയ നഷ്ടമാണ്. 19,000 കോടിയുടെ നഷ്ടം കേരളത്തിലുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യം, സാധാരണ നിലയിൽ കൃഷിനാശം സംഭവിക്കുമ്പോൾ കൊടുക്കുന്ന മാനദണ്ഡത്തിന് അതീതമായ നിലയിൽ പ്രത്യേകമായ സഹായം കേരളത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഒരു പൈസ പോലും അധികം നമുക്ക് അനുവദിച്ചില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേ കേന്ദ്ര ഗവൺമെന്റിന്റെ സർഫാസി നിയമം ബാങ്കുകൾ ഇവിടെ യാതൊരു മനുഷ്യത്വമില്ലാതെ നടപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ദുരന്തഫലമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത്, നാളെ ഞങ്ങൾ ഈ കാര്യങ്ങൾ കർഷകരെടുത്തിരിക്കുന്ന കാർഷിക ലോണുകളും കാർഷികേതര ലോണുകളും കൃഷിക്കാരുടെ ലോണുകൾ എന്ന് പരിഗണിച്ചുകൊണ്ട് കൃഷി മാത്രം ഉപജീവന മാർഗമായിരിക്കുന്ന മറ്റ് സോഴ്സുകളില്ലാത്ത 75% നഷ്ടം സംഭവിച്ചിരിക്കുന്ന കർഷകരുടെ കണക്ക് ഞങ്ങൾ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജിതമായ നടപടികൾ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കർഷകർക്ക് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കുകൾ അല്ല, ശ്രീ സുനിൽകുമാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ തടിച്ചു കൊടുത്തു. നമ്മുടെ ക്യാമറ ഒന്ന് കാണിച്ചു കൊടുത്ത് മന്ത്രി ഒന്ന് കാണട്ടെ. അപ്പൊ ഒരു മന്ത്രി പറയുന്നേ, അതായത് ഇത്രയും ആളുകൾ ഇവിടെ അടിമാലി തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവർ ചോദിക്കുന്നത് ഇനിയും ഒരുപാട് സാമ്പത്തിക ക്ലേശങ്ങൾ ഇവർക്കുണ്ട്, ഇവിടുത്തെ കർഷകർക്കുണ്ട്. അപ്പോൾ ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് എനിക്കറിയാം. അതായത് ബുദ്ധിമുട്ടി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഇടുക്കിയെ പോലെയുള്ള സ്ഥലങ്ങളിലെ കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അല്ല, കർഷകരെടുത്തിരിക്കുന്ന കാർഷിക വായ്പകളുടെ കാര്യത്തിൽ മാത്രമല്ല, കർഷകർ അവിടെ എടുത്തിരിക്കുന്ന കാർഷിക വായ്പകളൊക്കെ കൂടുതലായി അവിടെ കർഷകർ എടുത്തിരിക്കുന്ന കാർഷിക വായ്പകളാണ്. കാരണം ബാങ്കുകൾ പലപ്പോഴും കർഷകർക്ക് വായ്പ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബാങ്കുകൾ കൊടുക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് തന്നെ പല കർഷകർ കാർഷിക വായ്പകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാലാവസ്ഥ കമ്മീഷന്റെ പരിധി ഉയർത്താനും അതോടൊപ്പം തന്നെ കാർഷിക കടങ്ങൾക്ക് മേലെ എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം നാളെ ചേരുന്ന അടിയന്തരമായി ഇതിനു വേണ്ടി മാത്രം ചേരുന്ന കാര്യങ്ങൾ നിശ്ചയിക്കാൻ പോവാണ്. അതിനു മുമ്പ് കൃഷിമന്ത്രിയുടെ പ്രഖ്യാപനം എനിക്കിവിടെ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് നാളെ ചേരുന്ന ക്യാബിനറ്റിൽ അവിടുത്തെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ.
ശ്രീ സുനിൽകുമാർ, ഒരു കാര്യം കൂടി, അതായത് ഞാൻ ഈ സംഭാഷണം താങ്കളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നത്, അതായത് ഗവൺമെൻറ്റിൽ നിന്ന് അതിശക്തമായി കർക്കശമായ ചില തീരുമാനങ്ങൾ കർഷകർക്ക് അനുകൂലമായി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് ഈ അടിമാലിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അവിടെ ബാങ്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുകൾക്കെതിരെ കർശനമായ നടപടി നാളെ ഉണ്ടാവും എന്ന് മാത്രമല്ല, 6-ാം തീയതി രാവിലെ 10 മണിക്ക് ബാങ്കുകളുമായി ചർച്ച വെച്ചിരിക്കുകയാണ്. അവിടുത്തെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെന്റ് ഭാഗത്തുണ്ടാകും. കേരളത്തിലെ ആലപ്പുഴയില് 2 കൃഷിക്കാർ മരുന്ന് തളിച്ചപ്പോൾ മരിച്ചതിന്റെ പേരിൽ ഇടുക്കി ജില്ലയിൽ ഒന്നടങ്കം കാർഷിക മേഖലയിൽ വ്യാപകമായ റെയ്ഡ് നടക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെതായിട്ടുള്ള റെയ്ഡാണ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ അടിമാലി തന്നെയുള്ള ഒരു വളക്കട അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. ഒറ്റ കാര്യമുള്ളൂ, കൃഷിക്കാരൻ മരുന്ന് തളിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം വ്യാപാരികൾക്കാണെന്ന് പറഞ്ഞ് വളരെ തെറ്റായ ഒരു നയസമീപനം. അത് കൃഷിക്കാർക്കും ബുദ്ധിമുട്ടാണ്. കുറിപ്പടി ഇല്ലാതെ മന്ത്രി മറുപടി പറയണം. കുറിപ്പടി ഇല്ലാതെ ഒരു മരുന്നും ഇവിടെ കീടനാശിനി വിൽക്കാൻ പറ്റില്ല. അപ്പൊ കാർഷിക മേഖല എങ്ങനെ മുന്നോട്ട് പോകും? ഇതുവരെ വിഷം തെളിക്കുന്നതിന് യാതൊരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. മനുഷ്യരെ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന അമിതമായി വിഷം തെളിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് പറയുന്നത് യാതൊരു ശരിയില്ല. പിന്നെ വിഷം കച്ചവടം ചെയ്യുന്നവരും പിന്നെ കീടനാശിനി കമ്പനികളുടെ വാർത്താക്കൾ വന്ന് പറയുന്ന അനുസരിച്ചൊന്നും ഗവൺമെന്റ് വന്നില്ല. ഗവൺമെന്റ് ശാസ്ത്രീയമായ സമയമെടുക്കും, സമയമെടുക്കും. കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിഷരഹിതമാണെന്ന് ഉറപ്പുവരുത്തും, കൃഷിക്കാരന്റെ വരുമാനം ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളുടെ കാര്യം മാത്രം പരിഹരിച്ചുകൊണ്ട് നയം തീരുമാനിക്കാൻ കഴിയില്ല. ഓക്കെ, വളരെ താങ്ക് യു. ശ്രീ ബാലഗോപാൽ, ചോദ്യം ഉണ്ടായിരുന്നു. അതായത് അടുത്ത ദിവസങ്ങളിൽ എന്തായാലും സംസ്ഥാന സർക്കാരിൽ നിന്ന് കാര്യമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇക്കാര്യത്തിൽ കർഷകരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് താല്പര്യം കാണിക്കേണ്ട ഭരണത്തിലിരിക്കുന്ന കക്ഷി എന്ന നിലയിൽ CPIMന്റെ നിലപാട് എന്തായിരിക്കും വരും ദിവസങ്ങളിൽ? തീർച്ചയായിട്ടും ഇവിടെ മന്ത്രി നേരത്തെ പറഞ്ഞ ശുഭാപ്തി വിശ്വാസം പകരുന്ന വാക്കുകളുണ്ടല്ലോ, അത് ആ നിലപാട് തന്നെയാണ് CPIMൻ്റെത്. കൃഷിക്കാരെ ഈ ബാങ്കിലെ ലോണിൻ്റെ പേരിൽ സർഫാസി ആക്ടിൻ്റെ പേരിൽ ഉപദ്രവിക്കുന്നത് അടിയന്തരമായി തടയും, കൂടുതൽ ശക്തമായ നിലപാടുണ്ടാവും. രണ്ടാമത്, കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് കൂടുതൽ അവർക്ക് നിലനിൽപ്പിന് സഹായകരമായ തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകും. യാതൊരു സംശയവുമില്ല. ഇടുക്കിയിലെ കൃഷിക്കാർക്ക് മാത്രമല്ല, കേരളത്തിലാകെയുള്ള കൃഷിക്കാർക്ക് സഹായകരമായ നിലപാടുണ്ടാവും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ 5000 കോടിയുടെ പാക്കേജിൻ്റെ ഒക്കെ വിശദമായ കാര്യങ്ങൾ വരും. സാമ്പത്തിക പരിമിതിയുണ്ട് കേരള സർക്കാരിന്. എങ്കിൽ പോലും ഇതെല്ലാം ചെയ്യും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണിത്. ഏത് കാലത്തും ആ നിലപാടാണ് എടുത്തത്. ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് 100% ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. അതിന് യാതൊരു തർക്കവുമില്ല. വളരെ നന്ദി ശ്രീ ബാലഗോപാൽ. അപ്പോൾ എന്താ പറയാൻ? ഇവിടെ ബാലഗോപാലും മന്ത്രിയും പറയുമ്പോൾ ബാലഗോപാൽ പല പ്രാവശ്യം പറഞ്ഞു, നെൽകൃഷിയുടെ കാര്യം പറഞ്ഞു. ഇടുക്കിയിൽ വളരെ കുറച്ച് മാത്രമേ നെൽകൃഷിയുള്ളൂ. ഇവിടെ നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ വലിയ കൃഷിനാശമുണ്ടായി. അവിടെ എന്ത് സഹായം ചെയ്തു എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കാർഷിക മേഖല ഇടപെട്ടുകൊണ്ട് കൃഷിഭവൻ വഴിയോ മറ്റേതെങ്കിലും ഏജൻസി വഴിയോ എന്ത് സഹായമാണ് ചെയ്തത് എന്ന് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ബാലഗോപാലോ സുനിൽകുമാറോ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു കാര്യം പറയുന്നു. കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് പറയുമ്പോഴും ഒരു മിനിമം തുകയെങ്കിലും എഴുതിത്തള്ളുമെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പലിശ എഴുതിത്തള്ളുമെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 10 ലക്ഷം രൂപയുടെ 1 ലക്ഷം രൂപയാകട്ടെ, അതിൻ്റെ പലിശ എഴുതിത്തള്ളുമെന്ന് പോലും ഗവൺമെന്റിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയുന്നില്ല. പിന്നെ എന്ത് സഹായം ചെയ്യും? അതുകൊണ്ട് ഇവിടെ അനിവാര്യമായത് കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം, പലിശ എഴുതിത്തള്ളണം, കാർഷിക മേഖല ഇടപെടണം എന്ന് മാത്രമല്ല, ഈ നാട്ടിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, ഒരു സംവിധാനം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയാണ്. അത് കൊണ്ടുവന്നത് UPA സർക്കാരാണ്. അതില്ലെങ്കിൽ അവിടെ രാഷ്ട്രീയമില്ല. പക്ഷേ പറയുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് മാത്രമാണ് ഇവിടെ കൃഷിക്കാർ ജീവിക്കുന്നത്. മറ്റൊരു മാർഗമില്ല. ഗവൺമെന്റ് സഹായ നടപടിയും കടം എഴുതിത്തള്ളുന്ന കാര്യമടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നാളെ പറയും. പക്ഷെ സംസ്ഥാന സർക്കാരിന്, ഞാൻ പറഞ്ഞോട്ടെ, അദ്ദേഹം മറ്റുള്ളവരെ പറയാൻ സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ പറയുന്നത്? ഞാൻ ഇവിടെ പറയാം. നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നെല്ലിന്റെ കാര്യം മാത്രമല്ല റബ്ബറിന്റെ അടക്കം കാര്യങ്ങൾ പറഞ്ഞു. പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെയുള്ള ആളുകൾക്ക് അറിയാം. 5000 കോടി രൂപയുടെ ഒരു പാക്കേജ് ഉൾപ്പെടെ പറഞ്ഞു. പിന്നെ
മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിനകത്ത് 150 ദിവസം തൊഴിലുറപ്പ് പദ്ധതി എന്ന നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് ഏറ്റവും നിർബന്ധിച്ചത് അന്ന് UPA സർക്കാരിന് പിന്തുണ കൊടുത്ത 62 ഇടതുപക്ഷ MPമാരുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയും കടമെഴുത്തള്ളാനുള്ള പദ്ധതിയും വന്നു എന്നുള്ളത് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് മറക്കണ്ട. അദ്ദേഹം ഇവിടെ രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഈ കാര്യം ചെയ്യും. സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോഴോ ഇത് മൊത്തം എഴുതി തള്ളണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒരക്ഷരം പോലും പറയാതെ, BJPക്കെതിരെ ഒരക്ഷരം പോലും പറയാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കാര്യം പറയുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയത്തെപ്പറ്റി ഒരക്ഷരം പറയാത്ത കോൺഗ്രസ് നേതാവിന് കേരളത്തിലെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് കിട്ടുന്നത് മാത്രമാണ് നിങ്ങളുടെ രാഷ്ട്രീയം. അതാ ഞാൻ പറഞ്ഞത്. 1500-ലധികം ആളുകൾ നേരത്തെ ആത്മഹത്യ ചെയ്ത സംഭവത്തെ പറ്റിയൊന്നും പറഞ്ഞ് പഴയ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ പറ്റിയൊന്നും ഞാനിവിടെ കമ്പയർ ചെയ്യാൻ നിന്നില്ല. ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന കൃഷിക്കാരുടെ ഏറ്റവും വിഷമകരമായ കാര്യമാണ്. എന്ത് കാര്യമാണെങ്കിലും അതിനകത്ത് ഗവൺമെൻറ് ഇടപെടുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം അതേ അഭിപ്രായമാണ്. നാളെ വരെ നിങ്ങൾ കാത്തിരുന്ന് കാണുക. എന്തിനകത്തും ഈ രാഷ്ട്രീയം കാണുകയും ഇല്ലാത്ത കാര്യങ്ങൾ. നിങ്ങളോട് പറഞ്ഞല്ലോ, MP ഒരു അക്ഷരം പറഞ്ഞില്ല, MLA മാർ പറഞ്ഞില്ല എന്ന്. ഇന്നലെ അവിടുത്തെ ബാങ്കേഴ്സ് ലെവൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ജോയ്സ് ജോർജ് MP അല്ലേ പറഞ്ഞത് ഇനി ഒരു കാര്യത്തിനകത്ത് ഇടപെടരുതെന്ന് അവിടെ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് വേറെ പറയണം. ഇത്തരം ഒരു ചർച്ചയിൽ ആ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. കൃഷിക്കാരുടെ ജീവൻ വെച്ചിട്ടും കാർഷിക മേഖലയെ വെച്ചിട്ടും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത്തരം രാഷ്ട്രീയം പറയാഞ്ഞത്. നാളെ ശക്തമായ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാത്തിരുന്ന് കാണുക, കണ്ടിട്ട് അതിനോട് സഹകരിക്കുക. അന്നേരം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പ്രതിഷേധമുണ്ടെ പറയുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ട് താങ്കളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നുള്ള ഒരു അഭിപ്രായവും അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇന്ത്യയിൽ കാർഷിക മേഖലയെ പ്രവർത്തിച്ച കർഷക സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനാണ് ഞാൻ. കമ്മ്യൂണിറ്റി ഫാമിംഗ് ഇന്ത്യ മൂവ്മെന്റ് എന്നുള്ളതാണ് എൻ്റെ സംഘടനയുടെ പേര്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഈ തൊഴിലുറപ്പ് പദ്ധതിയോ മൊറട്ടോറിയമോ വായ്പ എഴുതിത്തള്ളലോ ഒന്നും കാർഷിക മേഖല പ്രശ്നത്തിന് പരിഹാരമല്ല. ഇവിടെ വേണ്ടത് ഇന്ത്യൻ റെയിൽവേയുടെ ബഡ്ജറ്റ് മാതിരി കൃഷിക്കാർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ തലത്തിലും കേന്ദ്ര സർക്കാർ തലത്തിലും പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എനിക്കുള്ള നിർദ്ദേശം. ഹലോ ശ്രീ ബാലഗോപാൽ, താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ ഇടവേള ഇടണം. സെക്കൻഡുകൾ മാത്രം നീളുന്നൊരു ഇടവേള. അടിമാലിയിലെ ജനങ്ങൾ മുഴുവൻ ആകാംക്ഷാഭരിതരായി നിൽക്കുന്ന സമയത്ത് ദൈർഘ്യമുള്ളൊരു ഇടവേള ഉണ്ടാവില്ല. വേഗം മടങ്ങി വരും ഇടവേളയിലേക്ക്. This is 24.